ഞാൻ ഈ പറയുന്ന കാര്യം എത്ര ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയണ്ട വിചാരിച്ചതാണ്, പക്ഷെ എന്തായാലും അറിയില്ല എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്. ഒരു ചിന്ന കഥ സല്ലിട്ടുമാ. 2018 എൻ്റെ അനുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിയുന്നത്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം കല്യാണം കഴിച്ച് ഈവൻ ബേബീസായി. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ നല്ലോണമായിരുന്നു കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം, ജോബ് ചെയ്യണം, അതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അന്നേരം എന്താ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം, പിന്നെ അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം, അതായത് ഗേൾസിൻ്റെ കാര്യമാണ്, +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. എന്നോട് കല്യാണം കേക്ക് കാണുന്ന ആൾക്കാരെല്ലാം എന്താ കല്യാണം കേൾക്കത്തെ ചെപ്പനമംഗലില്ലേ ഞാൻ ഒറ്റ മോളും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മാക്ക് ഓരോരുത്തർ കുത്തി കൊടുത്തിട്ടാണ് തോന്നുന്നു. ഉമ്മയും ഇങ്ങനെ പറയും ഞാൻ അടിയാവും, ഞാൻ കരയും. അപ്പോൾ ഞാനിങ്ങനെ പറയും എനിക്ക് പഠിക്കണം ഉമ്മ, ജോബ് ചെയ്യണം എന്ന് പറയും. അന്നേരം എന്നോട് ഉമ്മ പറയും എനിക്ക് മാത്രമായിട്ട് പഠിപ്പ്, പിന്നെ അങ്ങനെ പറഞ്ഞ് കുറേ ഞാൻ കേട്ടിന്. ഇനി മാത്രം എന്താ പഠിക്കും, എനിക്ക് വേറെ ആരോ ഇല്ലേ, അതുവരെ കേട്ടു. എൻ്റെ ഉമ്മാൻ്റെ അടുത്തല്ല, റിലേറ്റീവ്സിൻ്റെ അടുത്ത്. പിന്നെ ഒരു കഷ്ടിച്ചാണ് ഒരു വിധം ഞാൻ ഡിഗ്രി ലാസ്റ്റ് വരെ എത്തിച്ച് ഞാൻ ഫൈനലി വരുന്ന പ്രപ്പോസലെല്ലാം ഒഴിവാക്കി ഞാനൊരു കണ്ടീഷൻ വെച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പഠിക്കാനും ജോബ് ചെയ്യാനും എല്ലാം എന്താ പറയുക സമ്മതിക്കുന്ന ഒരാൾ, അതായത് എനിക്ക് ഫ്രീഡം. അത് അന്നേരം കല്യാണം എന്ന് പറയുന്നത് ഒരു ഫ്രീഡമാണ്. എല്ലാം പറയും കല്യാണം കഴിച്ചാൽ ട്രിപ്പിന് പോട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ പഠിക്കാൻ പോട്. എന്തോ കല്യാണം എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ആയിട്ടാണ് അന്നത്തെ ഒരു ഫാമിലി മെമ്പർ ഉണ്ടായിരുന്നു. അവർ വരുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. അവർ നാട്ടിൽ വരും, എനിക്ക് പ്രപ്പോസൽ വെക്കും. ആ വരുന്ന പ്രപ്പോസലെല്ലാം ഞാൻ ഒഴിവാക്കി കളയും. അപ്പോൾ ഓർമ്മയുണ്ട് റെഗുലർലി വരുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും വേഗം കല്യാണം കഴിച്ചോ കുട്ടി, കുറച്ച് കളറ് കുറവല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഏജ് ആയാലും പെൺകുട്ടിയൊക്കെ പിയാപ്പിള്ള കിട്ടില്ല പോലും നല്ല പറഞ്ഞിട്ട് ഉമ്മക്ക് കുത്തി കൊടുക്കുന്ന ചില മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരെ പെമ്പിള്ളേർ ഇപ്പോഴും മംഗലം കഴിച്ചിട്ടില്ല. അതാണ് വാദിച്ച പുരോവാദികളെല്ലാം എവിടെ പോയി എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ പോയാല് പോകണ്ട, വിടമാട്ടെ. அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? ഫാമിലി അന്നേരം ഇങ്ങനെ പറയണമായിരുന്നു പഠിക്കണമെങ്കിൽ പഠിക്കണം, ജോബ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ്. അങ്ങനെ കുറേ പ്രപ്പോസൽ വന്ന സമയത്ത് അനുവന്ന് പോകില്ല അപ്പോൾ ഇപ്പോൾ ഈ പണിക്ക് പോയിട്ടാണെങ്കിൽ എന്നെ നോക്കിക്കോ എന്നുള്ള. പക്ഷേ ആഫ്റ്റർ ഇയേഴ്സ് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ആൾക്കാരെല്ലാം പറയുന്നതെന്നറിയാവാ, എനിക്ക് നല്ല പിയാപ്പിളിനെ എടുത്താൽ നിൽക്കില്ലേ ഞാൻ എല്ലാത്തിനും പെടുന്നേ. അപ്പം ഞാൻ പിന്നെ നിന്ന് കഷ്ടപ്പാടും എടിയുമില്ല. അപ്പം ഞാൻ പറഞ്ഞ് കിട്ടിയതിനൊന്നുമില്ല, എനിക്ക് നല്ല പിയാപ്പിളിനെ എടുത്താൽ നിൽക്കില്ല, നല്ല പിയാപ്പിളിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവരങ്ങ് കൊണ്ടുപോയി. എങ്ങനെ ഇരിക്കണം?